ഈ സിനിമയുടെ ദൃശ്യാവിഷ്കാരം മോണോലോഗിലായതിനാൽ കഥാപാത്രങ്ങളുടെ പേരില്ലായ്മ സിനിമാ ആസ്വാദനത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. യുദ്ധത്തിൽ തകർന്നുപോയ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു പ്രദേശത്താണ് കഥ നടക്കുന്നത്. അഫ്ഗാൻ സൈനികരും വിമതരും നിരന്തരം പോരടിക്കുന്ന പ്രദേശത്ത് നിന്ന് ജനങ്ങളെല്ലാം സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ 30 വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ ഒരു യുവതിയും അവളുടെ 2 കുട്ടികളും അവളേക്കാൾ ഏറെ പ്രായം ചെന്ന ഭർത്താവും തങ്ങളുടെ വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. സഹായിക്കാനാണെങ്കിൽ അവർക്ക് ബന്ധുക്കളുമില്ല. കഴുത്തിൽ വെടിയുണ്ട തറച്ചത് കാരണം വിമത നേതാവായിരുന്ന അവളുടെ ഭർത്താവ് സംസാരിക്കാൻ പോലും കഴിയാതെ ശരീരം തളർന്ന് കിടപ്പിലാണ്. അയാൾക്കുള്ള മരുന്നിനും കുട്ടികളുടെ ഭക്ഷണത്തിനുമുള്ള വക പോലും കണ്ടെത്താനാകാതെ അവൾ കഷ്ടപ്പെടുകയാണ്. ഇടയ്ക്കിടെയുള്ള റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും വിമതരെ തിരഞ്ഞുപിടിച്ചു കൊല്ലാൻ വരുന്ന അഫ്ഗാൻ സൈനികരിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായി അവൾ കുട്ടികളോടൊപ്പം മിക്ക സമയവും ബങ്കറുകളിലാണ് അഭയം തേടാറ്. കുറച്ചകലെ എവിടെയോ അവളുടെ ഒരു അമ്മായി താമസിക്കുന്നുണ്ട്. അവളോട് കുറച്ചെങ്കിലും സഹാനുഭൂതി ഉള്ളത് അവർക്ക് മാത്രമാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ അവർ മറ്റൊരിടത്തേക്ക് താമസം മാറിയിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ താമസിക്കുന്ന വീട് കണ്ടെത്തി. അവളുടെ അമ്മായി ആണെങ്കിൽ ഒരു ബ്രോത്തൽ നടത്തിപ്പുകാരിയാണ്. അവളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ അമ്മായി അവളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാനായി അമ്മായിയുടെ വീട്ടിലും പകൽ ഭർത്താവിനെ ശുശ്രൂഷിക്കാനായി സ്വന്തം വീട്ടിലും അവൾ സമയം ചിലവഴിക്കും. ആ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അവൾ ഒരു ഏകാന്തവാസമാണ്.